ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ നിമിഷ ബിജോ ചേച്ചി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ പുലികളിയൊക്കെ കളിച്ചിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് നിമിഷ ബിജോ ചേച്ചി. പുള്ളിക്കാരി ലേറ്റസ്റ്റ് ആയിട്ടൊരു മീഡിയയ്ക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2 days മുന്നേ നിമിഷ ബിജോ ചേച്ചി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. പക്ഷെ ലാസ്റ്റ് കൊണ്ടുപോയി കോൾ ആക്കി കഴിഞ്ഞു. നമുക്കൊന്ന് കണ്ടു. എനിക്കും എൻ്റെ ഫാമിലിക്കും ഇല്ലാത്ത വിഷമം നിങ്ങൾക്ക് വേണ്ട. ഇത്രയും വരെ എൻ്റെ മോളെ എനിക്ക് വളർത്തി ഉയർത്തി കൊണ്ടുവരാം എന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ടും എൻ്റെ മക്കളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഓക്കെ, ഒരാളല്ല, 2 പേരുണ്ട് കേട്ടോ. ഓക്കെ, 2 പേരുണ്ട്. അപ്പൊ ഈ 2 പേരുടെയും ഭാവിയെ കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ നടക്കുന്ന അമ്മയാണ് എന്നാണ് നിങ്ങൾ ഒരിക്കലും എൻ്റെ ഭാവിയിൽ ചിന്തയില്ലാന്ന് ഞാൻ അങ്ങനെ നടക്കുന്ന ഒരു അമ്മയല്ല. എൻ്റെ മക്കളുടെ കാര്യം, എൻ്റെ അച്ഛൻ്റെ കാര്യം, എൻ്റെ അമ്മയുടെ കാര്യം, കറക്റ്റ് വരുന്ന കാര്യങ്ങൾ കറക്റ്റ് കണ്ണിങ് ആയിട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന മക്കളുടെ കാര്യവും അപ്പൻ്റെ കാര്യവും അമ്മയുടെ കാര്യവും നോക്കുന്ന നിമിഷ പിന്നെ എന്തിനാണ് ഇതുപോലുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടുന്നതെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടുന്നെന്ന് പറയുന്നുണ്ട്. നീ ഇത് എന്റെ ചോദ്യമല്ല കേട്ടോ, ഇത് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ചോദ്യം, പല കമന്റ്സുകളിലൂടെ റിഫ്ലക്ട് ചെയ്യുന്ന പ്രേക്ഷകരുടെ ചോദ്യമാണ്. എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ മക്കളെ കല്യാണമൊക്കെ കഴിപ്പിച്ച് നമ്മളെ മക്കളെ കല്യാണം കഴിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ല ഏജ് ഓവറാവും. അപ്പം നമ്മുടേതായ ആഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി മാറ്റിവെക്കണം. ഇന്ന് നമ്മൾ മക്കളെ പഠിപ്പിച്ച് വലുതാക്കി കഴിയുമ്പോൾ നാളെ ഒരു ദിവസം നമ്മൾ നമ്മുടെ മക്കളെ നോക്കൂല. അപ്പം നമ്മൾ ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കേണ്ടി വരും. ഇപ്പോഴേ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയവും നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ മാറ്റി വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് നമ്മുടെ മനസ്സിനോട് തന്നെ സ്നേഹം തോന്നും. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. പിന്നെ ഈ ബിക്കിനി ഫോട്ടോഷൂട്ടിൻ്റെ കാര്യം, ഇതെൻ്റെ പ്രൊഫഷണലാണ്. ഞാനൊരു സിനിമ നല്ല രീതിക്ക് ചെയ്തു പോകണം, അല്ലെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിലൊന്ന് കയറണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സിനിമ മുന്നോട്ട് തന്നെ സിനിമാ ഫീൽഡ് പോലെ ഒരു ഷൂട്ടിംഗ് പോലും കാണാതെയാണ് ഞാൻ ഈ സിനിമാ ഫീൽഡിലേക്ക് വന്നത്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഫീൽഡ് വരെ എത്തിയത്. അപ്പോൾ ബിക്കിനി ഷൂട്ട് ചെയ്യണം എന്ന് എൻ്റെ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ വന്നാൽ, നല്ലൊരു പേയ്മെൻറ്റ് വന്നാൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഫാമിലിക്കറിയാം ഞാൻ എന്താണെന്നും ഞാൻ ഏതാണെന്നും എൻ്റെ ഫാമിലിക്കറിയാം. എന്നെ സംബന്ധിച്ച് എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എൻ്റെ കൂടെ എൻ്റെ കഴുത്തെ താലി കെട്ടിയ എൻ്റെ കെട്ടിയവനും എൻ്റെ ഫാമിലിയും, അതായത് എൻ്റെ മക്കൾ, എൻ്റെ അച്ഛനമ്മ, ഇവർക്കറിയാം ഞാൻ എന്താണ് ഏതാണെന്ന്. എനിക്ക് അവരെ മാത്രം ബോധിപ്പിച്ചാൽ മതി. എനിക്ക് കണ്ണി കണ്ട ആൾക്കാരെ ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ ഞാൻ അഴിഞ്ഞാട്ടക്കാരിയാണെന്നോ എനിക്ക് ഇവരെ ഒന്നും സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എനിക്കിപ്പോൾ എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ബാക്കി മറ്റു പലരെയും ബോധിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ നിമിഷ ബിജോയാണ് തൊട്ട് മുൻപേ പറഞ്ഞത് എൻ്റെ പ്രേക്ഷകർക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? നിമിഷ ഇതുപോലുള്ള ഫോട്ടോഷൂട്ട് ചെയ്യുന്നു, നിമിഷ എക്സ്പോസ്ഡ് ആയിട്ട് ഡ്രസ്സ് ധരിക്കുന്നു, നിമിഷ തെറിവിളി കേൾക്കുന്നു. നിങ്ങളൊരു കല്യാണം കഴിച്ച സ്ത്രീയാണ്. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഇതിലേക്ക് വലിച്ചഴിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ വന്നപ്പോൾ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിയുണ്ട്. കുറേ നേരം കിടന്ന് കാണാന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എന്ത് കാര്യത്തിന്? നിങ്ങൾ എന്നെ ഇങ്ങോട്ട് ഇൻ്റർവ്യൂവിനാണ് വിളിച്ചത്? നിങ്ങൾ ഇങ്ങോട്ട് ഇൻ്റർവ്യൂവിനാണോ വിളിച്ചത്, അതോ വേറെ വല്ല സംഭവം ചോദിക്കാനാണോ വിളിച്ചത്? നിങ്ങൾക്ക് ചോദിക്കുന്നതിനൊക്കെ ഒരു മര്യാദയില്ല. പിന്നെ നീ എന്ത് ഉണ്ടാക്കിയെന്നാ ഈ പറയണത്? ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? ചോദിക്കുന്നൊരു മര്യാദയുണ്ട്. നിങ്ങൾ തന്നെയാണല്ലോ പറഞ്ഞാൽ വലിയ സോഷ്യൽ മീഡിയ താരമാണെന്ന് പറഞ്ഞു. ഒരു താരത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ചോദിച്ചത്. ദേഷ്യം ഞാൻ മോന്തയടിക്കാൻ പൊളിക്കും. ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ട് വന്നിട്ട് എന്നെ മേലാക്കി ഈ വിളിച്ചുകൊണ്ടല്ലോ വന്നേക്കണത്. ചേട്ടൻ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അവരെന്റെ ഭാഗത്തുനിന്ന് കൂടെ ഒന്ന് ചിന്തിക്കണ്ടേ? അപ്പോൾ എല്ലാവരും കണ്ടല്ലോ അല്ലേ? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എൻ്റെ ആങ്കർ കുട്ടിയെ? നീ ചോദിച്ചു വാങ്ങിച്ചൊരു കാര്യമല്ലേ? ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരുപാട് ഇന്റർവ്യൂസിൽ ആങ്കേഴ്സ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അവർക്ക് റീച്ചിനും വ്യൂസിനും വേണ്ടിയിട്ട് വരുന്ന ഗസ്റ്റിനോട് മോശമായിട്ടുള്ള രീതിയിൽ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ലാസ്റ്റ് ഇതുപോലുള്ള പരിപാടികളാണ് ഇപ്പോൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഗസ്റ്റിനെ വിളിച്ചു വരുത്തിയിട്ട് അവർക്കായാലും അവർ മനുഷ്യന്മാരല്ലേ, ടോളറേറ്റ് ചെയ്ത് കേട്ടിരിക്കുന്നതിന് പരിധിയില്ലേ? ഇപ്പോൾ ഒരു 2 weeks മുന്നേ ഒരു ആങ്കർ ചോദിക്കുന്നുണ്ടായിരുന്നു, കൂടെ കിടന്നു കൊടുത്തിട്ടാണോ ചാൻസ് വാങ്ങിച്ചത് സിനിമയിൽ നിന്ന്? ഒരു ഫേമസ് ആയിട്ടുള്ള ആക്ട്രസിനോട് ഒരു ആങ്കർ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണോ ഒരു
മാധ്യമ പ്രവർത്തനത്തിൽ നിങ്ങൾ ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് ഗസ്റ്റിനോട് ചോദിക്കേണ്ട ചോദ്യം എന്തായാലും ചോദിച്ചു വാങ്ങിയതാന്നേ ഞാൻ പറയുള്ളൂ. അപ്പൊ കരഞ്ഞതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് സങ്കടമൊന്നും തോന്നിയില്ല, നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവില്ല, കാരണം അവള് ചോദിച്ചു വാങ്ങിച്ചൊരു കാര്യമല്ലേ. അപ്പൊ ദയവേത് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരുന്ന ഗസ്റ്റിനോട് ചോദിക്കാതിരിക്കുക, ഭയങ്കര മോശമാണ് അതൊക്കെ. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ